കാലത്തെ സംഭവങ്ങളെ തെറ്റായി അടയാളപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവഗണിച്ചാൽ എന്താണ് സംഭവിക്കുക? അതൊരു രാഷ്ട്രീയ സംഭവമാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാലത്ത് അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താകും? മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിൽ എഴുതിയ ഒരു പുസ്തകം രണ്ടാം ലോക മഹായുദ്ധം ആദ്യം ആഘോഷിക്കപ്പെടുകയും പിന്നീട് വളച്ചൊടിച്ച ചരിത്രത്തിന്റെ അലമാരകളിലേക്ക് ഇടം നേടുകയും ചെയ്ത പുസ്തകമാണ്. നൊബേൽ അടക്കം നേടിയ ഈ പുസ്തകം ചർച്ചിൽ തന്നെ നേതൃത്വം നൽകിയ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മരണികയാകുന്നു. പക്ഷേ ചർച്ചിൽ ഇതിൽ എഴുതിപ്പിടിപ്പിച്ച നിറം പിടിപ്പിച്ച ചരിത്രം അനേകം തലമുറകളെ വഴിതെറ്റിച്ചു. ചരിത്രപരമായ പാപബോധം പേറി തലമുറ പലത് കഴിഞ്ഞ് ഒടുവിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുപോലും വിട്ടുനിൽക്കാൻ കാരണമായതിൽ പ്രധാനി ഈ പുസ്തകമായിരുന്നു. ഒരു പുസ്തകം ഈ വിധം പ്രവർത്തിച്ചെങ്കിൽ യഥാർത്ഥ ചരിത്രത്തെ വെട്ടിമാറ്റി മിത്തും പുരാണവും വിഷലിപ്തമായ ആശയങ്ങളും കുത്തിനിറച്ച പാഠപുസ്തകങ്ങൾ എങ്ങനെയാകും ഒരു മഹാരാജ്യത്തിന്റെ നാളെയെ നിർണയിക്കുക? ആ സങ്കീർണത കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഇന്ത്യയെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിലും PM ശ്രീയുടെ സംവാദ വേദികളിലുമെല്ലാം ഈ മാറുന്ന പാഠപുസ്തകങ്ങൾ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളും പാഠപുസ്തക സമിതികളും നിരവധി വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ആത്യന്തികമായി ഭരണഘടനാ മൂല്യങ്ങളും കാലാനുസൃത മാറ്റങ്ങളുമാണ് കൈക്കൊണ്ടത്. BJPക്ക് അധികാരം ലഭിച്ചതോടെ ഈ രീതിക്ക് മാറ്റം വരുന്നു. അത് മോദിയിലൂടെ ആരംഭിച്ച ഒരു പ്രക്രിയയല്ല, മറിച്ച് എന്നെങ്കിലും അധികാരം ലഭിച്ചാൽ ഇന്ത്യ ചരിത്രത്തിന്റെ ഒരു പടിയിലും അവശേഷിപ്പുകളില്ലാത്ത സംഘപരിവാർ അവർക്ക് അനുകൂലമായി ചരിത്രം മാറ്റിയെഴുതാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുൻപേ നടത്തുന്നുണ്ട്. 1999 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ആദ്യ ശ്രമം നടക്കുന്നു. അന്ന് മുരളി മനോഹർ ജോഷിയായിരുന്നു ഇതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. പക്ഷേ കനത്ത രാഷ്ട്രീയ എതിർപ്പുകൾ സഭയ്ക്കകത്തും പുറത്തും ഇവർ നേരിട്ടു. മോദി അധികാരത്തിലെത്തിയതോടെ വ്യാപകമായ മാറ്റിയെഴുത്തലും കൂട്ടിച്ചേർക്കലും പാഠപുസ്തകങ്ങൾ നേരിടുന്നു. അത് പൊതുചരിത്ര സിദ്ധാന്തങ്ങളുടെ പച്ചയായ ലംഘനം കൂടിയായിരുന്നു. 2003 ശേഷമാണ് പാഠപുസ്തകങ്ങളെ വ്യാപകമായി സംഘം അവരുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്. മാനവിക വിഷയങ്ങളിലെ ഇടപെടലിനപ്പുറം ശാസ്ത്ര വിഷയങ്ങളിലേക്കും ഈ വർഗീയ കരങ്ങൾ കടക്കുന്നു. സംഘത്തിനെതിരെ നിൽക്കുന്ന ആശയങ്ങൾ എടുത്തു കളയലായിരുന്നു ആദ്യ പടി. 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിന് ആദ്യം മുറിവ് വീണു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എന്ന ഭാഗത്ത് ബാബ്രി മസ്ജിദ് എന്ന പേരേ ഇല്ലാതായി. പകരം രാമൻ ജനിച്ചയിടത്ത് പണിത 3 താഴികക്കുടമുള്ള കെട്ടിടം എന്ന് മാത്രമായി. ഇതിൽ ആവർത്തിച്ചു പറയുന്ന വാക്ക് രാമജന്മഭൂമിയാണ്. വളരെ ബോധപൂർവമായ വർഗീയതയ്ക്കാണ് ഈ മാറ്റം വഴി സംഘം തിരികൊളുത്തിവിട്ടത്. ഇതേ പാഠപുസ്തകത്തിൽ നിന്ന് ഫെഡറലിസം, പൗരത്വം, മതേതരത്വം എന്നീ അടിസ്ഥാന ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗവും ഓർമ്മയായി. ആസൂത്രണ കമ്മീഷൻ, നെഹ്റുവിൻ സാമ്പത്തിക നയമായ പഞ്ചവത്സര പദ്ധതികൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവ വ്യതിയാനം എന്നിവയിലും സംഘത്തിന്റെ വാൾ കൊണ്ട് മുറിവേറ്റു. ജീവശാസ്ത്ര പുസ്തകത്തിൽ നിന്നും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം നീക്കം ചെയ്തത് പുരാണങ്ങൾക്കെതിരായതുകൊണ്ടാണോ എന്ന് പോലും സംശയിച്ചു പോകുന്നു. ജനാധിപത്യം, അതിന്റെ വളർച്ച, വൈവിധ്യം, ജാതി, മതം, വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച എന്നിവയും ഓർമ്മയുടെ ആൽബത്തിലായി. യുക്തീകരണ പ്രക്രിയ എന്ന പേരിൽ NCERT നടപ്പിലാക്കിയ മുറിച്ചുമാറ്റലിലും ഈ സംഘപ്രത്യയശാസ്ത്രത്തിന്റെ മറ്റൊരു കാണാം. രസതന്ത്രത്തിലെ ആവർത്തന പട്ടിക പിൻവലിച്ചു. ഗാന്ധിജി മതഭ്രാന്തനാൽ കൊല്ലപ്പെട്ട സംഭവം ഇല്ലാതായി. 50 വർഷങ്ങൾക്കുള്ളിൽ രാഷ്ട്രപിതാവ് മരിച്ചത് സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ 3 നൂറ്റാണ്ടുകൾക്ക് സാക്ഷിയായ മുഗൾ സാമ്രാജ്യത്തിന് പാഠപുസ്തകത്തിൽ ഇടം നഷ്ടപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം നാമധാരികൾ ചരിത്രത്തിന്റെ പടിക്ക് പുറത്തായി. മുഗൾ രാജാക്കന്മാരെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ മോഷ്ടാക്കൾക്ക് തുല്യമായാണ് പരിഗണിക്കപ്പെട്ടത്. ഭരണഘടനാ മൂല്യങ്ങളോ ഇന്ത്യയുടെ തനത് ബഹുസ്വരതയോ ഈ പുസ്തക നിർമ്മാണത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിദേശികളാണെന്ന് ഉറപ്പിച്ചു പഠിപ്പിക്കുന്ന ഈ പുസ്തകങ്ങളുടെ കൂടെ ബലത്തിലാണ് മധ്യപ്രദേശിലെ എല്ലാ മദ്രസകളിലും വന്ദേ മാതരം നിർബന്ധമാക്കിയത്. RSS പ്രസിദ്ധീകരണമായ ദേവപുത്തർ, ലേബർ ഇന്ത്യ പോലെ എല്ലാ കുട്ടികളും വായിക്കാൻ നിർബന്ധിതരായി. ഈ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ആവേശത്തോടെ മത്സരിച്ചത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് കൂടിയാണ്. ഒരക്ഷരം മാറ്റാതെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് കേരളത്തിന്റെ പ്രസക്തി. RSS മുറിക്കാൻ പറഞ്ഞ ഒരു പാഠഭാഗവും കേരളം മുറിച്ചിട്ടില്ല. അവർ പഠിപ്പിക്കാത്ത യഥാർത്ഥ ചരിത്രം കേരളം ഇപ്പോഴും പഠിക്കുന്നു, നാളെയും പഠിക്കും. നാളെയുടെ തലമുറയെ ഇന്നലെ എന്തായിരുന്നു, അത് എങ്ങനെയായിരുന്നു, നമ്മൾ ഇങ്ങനെ ഇന്നിൽ കാലൂന്നി നിൽക്കുന്നു എന്നൊക്കെ പഠിക്കുന്നതിനുള്ള യാഥാർത്ഥ്യങ്ങളുടെ പുസ്തകമാണ് കേരളത്തിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പ്രാചീനവും പുരാണവും മതചിന്തയും അന്ധവിശ്വാസവും കലർന്ന സംഘത്തിന്റെ പാഠങ്ങളെ കേരളം പഠിക്കില്ല. ആ രാഷ്ട്രീയ ബോധ്യമാണ് കേരളത്തെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.
സംഘപരിവാറിന്റെ പുത്തനായുധങ്ങൾ പാഠപുസ്തകങ്ങളെ അടക്കം കവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധം തീർക്കുന്നത് ഈ ഓർമ്മയുടെ പിൻബലത്തിലാണ്. മനുഷ്യനായി മാറിയ ചരിത്രത്തിന്റെ പൊള്ളുന്ന ഓർമ്മയുടെ ബലത്തിൽ.